കരയാനേ ആകുന്നുള്ളൂ. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ. നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും? നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും? എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. അതെ, നന്ദി മാത്രമേ നമുക്ക് പറയാനുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ. ഈജിപ്തിലെ ഷെനേ മരുഭൂമിയിൽ 3-5 നൂറ്റാണ്ടുകൾക്കിടയിൽ നടന്നൊരു ദിവ്യകാരുണ്യ അത്ഭുതമുണ്ട്. ഈ അത്ഭുതമാണ് കത്തോലിക്ക സഭ ആദ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള അത്ഭുതം. ഈ ഷെനേ മരുഭൂമിയിൽ താമസിച്ചിരുന്ന ഏതാനും സന്യാസികളുണ്ടായിരുന്നു. ആ സന്യാസികളിൽ ഒരു കഠിനാധ്വാനിയായ ഒരു സന്യാസി, ആള് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികൻ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നില്ല, അത് വെറും ഒരു പ്രതീകം മാത്രമാണ് എന്നൊരു പ്രസ്താവന ആളിറക്കി. ഈ പ്രസ്താവന ആളുടെ കൂട്ടത്തിലുള്ള ഏതാനും സന്യാസികൾ കേൾക്കാനിടയായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം ഈ സന്യാസി അങ്ങനെ ആളുടെ അജ്ഞത കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർ ഈ സന്യാസീൻ്റെ അടുത്ത് പോയി സംസാരിച്ചു, ഇങ്ങനെ തിരുത്താൻ ശ്രമിച്ചു. ആ സന്യാസിമാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ നിഷേധിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ സന്യാസി പറഞ്ഞു, നിങ്ങളെനിക്ക് തെളിവ് കാണിച്ചു തരല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ഈ കുർബാനയിൽ ഈ തിരുവോസ്തി ശരീരമായി മാറുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല, തെളിവ് കാണിച്ചു തരാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ സന്യാസിമാർ പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം സത്യം വെളിപ്പെടുത്തി തരും, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഇവരെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഈ സന്യാസിമാരെല്ലാവരും ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ തിരുവോസ്തി അച്ഛൻ വിശുദ്ധീകരിക്കുന്ന സമയത്ത്, ഈ ദിവ്യകാരുണ്യപ്പം വിശുദ്ധീകരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് ഗോതമ്പപ്പം മാറിയിട്ട് ഒരു ആൺകുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് തിരുവോസ്തി അച്ഛൻ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഈ താഴെ നിൽക്കുന്ന സന്യാസിമാരെല്ലാവരും കാണുകയാണ്, ഒരു മാലാഖ വന്നിട്ട് ആ കുന്തം കൊണ്ട് ഈ ആൺകുട്ടിയുടെ ശരീരത്തിൽ കുത്തി തുളയ്ക്കുകയാണ്. എന്നിട്ട് ആ രക്തം ഇറ്റിട്ട് കാസയിലേക്ക് വീണു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറും ഒരു ഗോതമ്പപ്പം ഒരു മനുഷ്യ ശരീരമായി മാറുന്നു, അത് വിഭജിക്കുമ്പോൾ അതിന് രക്തം വരുന്നു. എന്ത് വലിയ അത്ഭുതമാണല്ലേ, എന്തൊരു അത്ഭുതമാണ്. ഇതിലും വലിയ അത്ഭുതം ഈ ലോകത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം ഈ കുർബാനയിൽ പങ്കെടുത്തവർക്ക് ദിവ്യകാരുണ്യം കൊടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ മാലാഖ വന്നിട്ട് ഈ രക്തമണിഞ്ഞ തിരുവോസ്തി ഉണ്ടല്ലോ, അത് ഈ സന്യാസിമാർക്ക് ഭക്ഷിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സംശയിച്ച ആ സന്യാസി ഉണ്ടല്ലോ, ആള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആള് പറഞ്ഞു, ഈശോയെ, അങ്ങ് സത്യമായും ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്നുവെന്നും ഈ വീഞ്ഞ് അങ്ങയുടെ രക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പരസ്യമായി ആളേറ്റു പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ ആ രക്തമായി മാറിയ ആ തിരുവോസ്തി അത്
വീണ്ടും പഴയ പോലെ ഒരു ഗോതമ്പപ്പായിട്ട് മാറി. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഇത് നടന്നിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, യൂക്കാരിസ്റ്റിക് മിറാക്കിൾസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് നൂറുകണക്കിന് അത്ഭുതങ്ങൾ ഉണ്ട്. കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത അതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, തിരുരക്തമായിട്ട് മാറി തിരുശരീരം പിന്നെ വീണ്ടും എന്തിനാ ഗോതമ്പപ്പായ? അവരോട് എനിക്ക് പറയാനുള്ളത്, പച്ചയായ മാംസം ഒരു മനുഷ്യന് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു ഭക്ഷണമായിട്ട് ഒരു ദൈവം എളിമപ്പെട്ട് നമുക്ക് ജീവൻ ഉണ്ടാവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമുക്ക് ജീവൻ ഉണ്ടാവാൻ വേണ്ടി ഒരു അപ്പത്തിൻ്റെ രൂപത്തിലായ ഈശോ. വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, യേശു ദൈവമാണോ അല്ലയോ എന്ന്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ആമേൻ.